ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇന്നത്തെ യോഗാധ്യക്ഷൻ ബഹുമാനായ MP ശ്രീ NK പ്രേമചന്ദ്രൻ അവർകൾ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ സമാരാധ്യനായ പ്രസിഡന്റ് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റു മഹത് വ്യക്തികളെ, ഗുരുദേവ ഭക്തരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വിഷയം ഗുരുദേവൻ്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളായ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം അല്ലെങ്കിൽ പരിശീലനം, അതിൽ ഭാവി ലോകത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും സങ്കീർണതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇന്ന് ഇവിടെ മികവുറ്റ കുറേയേറെ പ്രസംഗങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ജെഫ്രി ഹിൻഡിനെ കുറിച്ചും നമ്മുടെ അധ്യക്ഷൻ വളരെ വിശാലമായിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിച്ചു. ഞാൻ ഒരു ടെക്നിക്കലി അതിനെക്കുറിച്ചിട്ട് കൂടുതൽ മുന്നിലേക്ക് പോകുന്നില്ല. പക്ഷേ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ നമ്മുടെ ജോലി, നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹം എന്നിവയിൽ സമൂലമായ മാറ്റമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCSൽ നിന്ന് 12,000-ൽ പരം തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് അവർ ഇറക്കിയിരുന്നു. എല്ലാവരും കരുതി അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും പ്രശ്നത്തിൽ പോകുന്നതിൻ്റെ കാര്യമായിരിക്കും. കാര്യം സോഫ്റ്റ്വെയർ രംഗത്ത് വളരെ പ്രതിസന്ധികളിൽ കൂടുതൽ കടന്നു പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് പലരും കരുതിയിരുന്നത്. വളരെ ആശങ്ക നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഈ ടെക് മേഖലകളിൽ ഈ 12,000 ആൾക്കാരെ പിരിച്ചുവിടുന്നതിൽ കൂടി നമുക്ക് മനസ്സിലായത്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടാറ്റ കൺസൾട്ടൻസിയുടെ CEO ശ്രീ K കീർത്തിവാസൻ ഒരു പ്രസ്താവന ഒരു ഇന്റർവ്യൂവിൽ കൂടെ പറയുകയുണ്ടായി. ഈ പിരിച്ചുവിടലിൻ്റെ എല്ലാം പ്രധാന കാരണം ഈ ലേ ഓഫോ വേറെ ഇതൊന്നുമല്ല, കോസ്റ്റ് കട്ടിങ്ങോ ഒന്നുമല്ല. ഇത് കുറെ നാളുകളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ പരിണിത ഫലമാണ്. കാര്യം ഏകദേശം 5,50,000 അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോലിക്കാരെ AI സ്കില്ലുകളിൽ അപ്ഗ്രേഡ് ചെയ്യാനും അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1,00,000 ആൾക്കാർക്ക് അഡ്വാൻസ് ട്രെയിനിങ്ങും കൊടുത്തു. ഈ പറയുന്ന 6,50,000 ആൾക്കാർക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരുന്ന സ്കില്ലിങ്ങും അപ്സ്കില്ലിങ്ങിനകത്തും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള 12,000 ആൾക്കാരെയാണ് ഞങ്ങൾ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. കാര്യം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അനുനിമിഷം ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള സ്കില്ല് നമുക്ക് ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ. സമയത്തിൻ്റെ ദൗർലഭ്യമുണ്ട് എങ്കിൽ പോലും പ്രധാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പന്തളത്ത് നിന്നിട്ട് ഒരു വ്യക്തി, ഒരു മേജറാണ്, കേണൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവരെ എനിക്ക് ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ നിർത്താമെന്നാണ് കരുതുന്നത്. ഞാനിവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ സ്കില്ലിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, കാര്യം ഈ മേഖലയിൽ കഴിഞ്ഞ 4 ദശാബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്ന കുറേ പ്രശ്നങ്ങളും അതിന് എന്താണ് നമുക്ക് ഇന്നത്തെ സ്ഥിതിയിൽ പരിഹാരം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അമേരിക്കൻ എഴുത്തുകാരനും ഫ്യൂച്ചറിസ്റ്റുമായ ആൽവിൻ ടോഫ്ലർ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. The illiterate of the 21st century will not be those who can't read or write, but those who can't
ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21-ാം നൂറ്റാണ്ടിലെ മീൻസ് സാക്ഷരത നേടിയിട്ടില്ലാത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാനും എഴുതാനും അറിയാത്തവരല്ല, പഠിക്കാനും പഠിച്ചതിനെ ഉപേക്ഷിക്കാനും വീണ്ടും പഠിക്കാനും പറ്റാത്തവരാണ് 21-ാം നൂറ്റാണ്ടിലെ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷരത ഇല്ലാത്തവർ എന്ന് ഈ ആൽവിൻ ടോഫ്ലർ പറഞ്ഞിരിക്കുന്നത്. അത് 100% കറക്റ്റാണ്. ഇന്ന് നമ്മളൊരു സ്കില്ല് ആർജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കൂടി വന്നു കഴിഞ്ഞാൽ 5 തൊട്ട് 6 വർഷം വരെയാണ്. പണ്ട് നമ്മളൊരു ഡിഗ്രിയോ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വായത്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി, ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 20 തൊട്ട് 30 വർഷം വരെ ആയിരുന്നു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ആ ഒരു സ്കില്ലിന് അത്രയും നാൾ ആ സ്കില്ല് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോ അല്ലെങ്കിൽ ജീവിതമോ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ഡെയിലി ബേസിസ് ആയിട്ട് സ്കില്ലിങ്, റീസ്കില്ലിങ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഗുരുദേവന്റെ മഹത്വം നമുക്ക് മനസ്സിലാകേണ്ടത്. 1928 ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുമ്പോൾ 8 വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു ശാസ്ത്ര സാങ്കേതിക പരിശീലനം. 1927 ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുരുകുല എന്നൊരു സ്ഥാപനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗുരു തയ്യാറാക്കി. അതിന്റെ 12 പേജ് വരുന്ന ഒരു പ്രോസ്പെക്ടസ് റെഡിയാക്കി നടരാജ് ഗുരുവിനെയും ഏണസ് കർക്കിനെയും കൊണ്ട് അത് കോയമ്പത്തൂരിൽ അയച്ച് പ്രിന്റ് ചെയ്യിച്ച് എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷേ 1928 ഗുരുദേവൻ സമാധി ആയതുകൂടി ആ പരിപാടി നടന്നില്ല. അപ്പം അന്ന് തന്നെ ദീർഘദർശിയായ ഗുരുദേവൻ സ്കില്ലിങ്ങിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് നമ്മളോട് സംസാരിച്ചു, നമ്മളോട് സംവേദിച്ചു, അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തി. ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യയുടെ 60 കോടിയിൽ പരം വരുന്ന യുവാക്കൾ, അവരാണ് ഇന്ന് ഇന്ത്യ ഒരു 4ാം ലോകശക്തിയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കേണ്ട വ്യക്തികൾ. പക്ഷെ എന്തുകൊണ്ടോ നമ്മളുടെ ഈ വിദ്യാഭ്യാസ രീതികൾ ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തുന്നതിൽ എവിടെയൊക്കെയോ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആത്മചിന്തന ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. ശരിക്കും ഇന്ന് ലോക സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യ ധാരാളം മാനുഫാക്ചറിംഗ് രംഗത്തും ബാക്കി ടെക്നോളജി രംഗത്തും ഒക്കെ ഒരുപാട് പുതിയ ഇൻഡസ്ട്രീസാണ് വരുന്നത്. ഇന്നലെ തന്നെ സോഹോ കോർപ്പറേഷന്റെ CEO കോ ഫൗണ്ടറും ചീഫ് സയന്റിസ്റ്റുമായ ശ്രീധർ വെമ്പു ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇന്ന് ഈ സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഒക്കെ സ്കില്ലിങ്ങും അപ്സ്കില്ലിങ്ങിലും ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. കാര്യം ഒരു ഡിഗ്രി നേടിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ഡിഗ്രിക്ക് ഒരു പേപ്പറിന്റെ വിലയാകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും. കാര്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ, അവർക്ക് സ്കില്ലിങ്ങും അപ്സ്കില്ലിങ്ങും ഓരോ ദിവസം കഴിയും തോറും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്താൻ സാധിക്കുകയുള്ളൂ. ഗുരുദേവന്റെ കൃതികളിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുരുദേവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് നേടുക എന്നുള്ളതാണ് ഒരു ജീവിതത്തെ സംബന്ധിച്ചോളം ഏറ്റവും, അത് ഏത് രീതിയിലുള്ള അറിവാണെങ്കിലും, ഇൻഫർമേഷൻ ആണെങ്കിലും, നോളജ് ആണെങ്കിലും, വിസ്ഡം ആണെങ്കിലും, ഇത് എന്തും നമ്മൾ നേടാനുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ യുവജനങ്ങളും നമ്മുടെ സമൂഹവും മാറിയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. കാര്യം ടെക്നോളജി അത്രയ്ക്ക് വളർന്നുകൊണ്ടിരിക്കുക. കോവിഡ് തന്നെ ഉദാഹരണമാണ്. ഏകദേശം ഒരു 5 വർഷം കൊണ്ട് നമ്മൾ സാധ്യമാക്കേണ്ട ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കേവലം 5 അല്ലെങ്കിൽ 6 മാസം കൊണ്ടാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നതും നമ്മൾ നടപ്പിലാക്കിയത്. കാര്യം ഓൺലൈൻ ലേണിംഗ് ആണെങ്കിലും, റിമോട്ട് വർക്കിംഗ് ആണെങ്കിലും, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റമോ, ടെലിമെഡിസിനോ, ക്ലൗഡ് അഡോപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കോവിഡിന്റെ പരിണിത ഫലങ്ങളാണ്. ശരിക്കും കോവിഡ് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഒരുപാട് കാര്യങ്ങൾ കോവിഡ് നമ്മളെ പഠിപ്പിച്ചു.
നമ്മൾ അവിടെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിലെ സ്കില്ലിങ്ങിന്റെ അപര്യാപ്തതയെക്കുറിച്ച് ഞാൻ പല വേദികളും പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഇന്ത്യ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും സ്കില്ലിങ്ങിനകത്ത് നമ്മൾ വളരെ പിറകിലാണ്. കേവലം 5% ആൾക്കാർ മാത്രമേ സ്കില്ലിങ്ങിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരുള്ളൂ. നമ്മൾ അവിടെയാണ് നമ്മളുടെ ലോകത്തിലെ തന്നെ മികച്ച മാതൃകകളായ ജർമ്മൻ, ഫിൻലാൻഡ്, കൊറിയ, ജപ്പാൻ, ചൈന ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ജർമ്മനിയിലാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ജർമ്മനിയിൽ പോയിരുന്നു. അവിടെ കാര്യമായിട്ട് നമ്മൾ അവിടെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ തന്നെ സ്റ്റഡി നടത്തുകയും അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ ഡ്യുവൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. കാര്യം നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് കേവലം 2 ദിവസം മാത്രം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോയാൽ മതി. ബാക്കി 3 ദിവസം അവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആണ്. അവരുടെ അപ്രന്റീസ്ഷിപ്പ്, ഇന്റേൺഷിപ്പ് ഈ മേഖലകളിൽ അവർ വർക്ക് ചെയ്തിട്ട് അവർ പൈസ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡ്യുവൽ ലേണിംഗ് സിസ്റ്റം ആയതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ കൊറിയയിൽ അവർ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് അവരുടെ കൊറിയൻ സിസ്റ്റത്തിലാണ്. ഫിൻലാൻഡാണ് ലോകത്തിന്റെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. കാര്യം അവിടുത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അധ്യാപകരാണ്. റാങ്ക് ഹോൾഡേഴ്സ് ആണ് അവിടുത്തെ അധ്യാപകരായിട്ട് മാറുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന 10% ആൾക്കാർ അധ്യാപകരായിട്ട് മാറുന്നു. ക്ലാസ് റൂം ലേണിംഗ് ഒരു ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമുണ്ട് സ്കൂളുകളിലൊക്കെ. ബാക്കിയുള്ള എല്ലാം പ്രൊജക്റ്റും ബാക്കി സൊസൈറ്റി ബിൽഡിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഫിൻലാൻഡ് മോഡലിലെ പഠന രീതികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവിടെ ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, പ്രോബ്ലം സോൾവിങ്, സ്റ്റുഡന്റ് ഫ്രണ്ട്ലി വർക്കിംഗ് എക്കോ സിസ്റ്റം ഇതൊക്കെയാണ് അവരെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജപ്പാനിലും കൊറിയയിലും ഒക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 25 വയസ്സാകുമ്പോഴത്തേക്ക് 70% ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജപ്പാനിലാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉള്ള സ്ഥലമാണ് ഇന്ത്യ. പക്ഷേ സ്കിൽഡ് ആൾക്കാർ വളരെ കുറവ്. എക്കണോമി ഈസ് ബൂസ്റ്റിംഗ്, പക്ഷെ ഇൻഡസ്ട്രി കൂടുന്നതല്ലാതെ സ്കില്ലിങ്ങിലുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ കിട്ടുന്നില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഈ 40 വർഷത്തെ എക്സ്പീരിയൻസിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് കമ്മ്യൂണിക്കേഷൻസ് വീക്കാണ്. പിന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സ് അവർക്കില്ല. പ്രോബ്ലം സോൾവിംഗ് സ്കില്ലിന്റെ അഭാവം, ഇൻഡസ്ട്രിയൽ ടൂൾ ട്രെയിനിങ്ങിന്റെ കുറവ്. ഇപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല, സമയം അതിക്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പരിഹാരം എന്ന നിലയില ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഒന്നാമത്തേതായിട്ട് കരിക്കുലം മോഡേണൈസേഷൻ ആണ്. ഈ കരിക്കുലം മോഡേണൈസേഷന് AI, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മുതലായ കോർ സബ്ജക്ട്സുകളെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ കരിക്കുലം മോഡേണൈസേഷന്റെ ആവശ്യകതയാണെന്ന്. പിന്നെ സ്കിൽ ബേസ്ഡ് ലേണിംഗ്, പ്രൊജക്ട് ഓറിയന്റഡ് ലേണിംഗ്, ഇന്റേൺഷിപ്പ്, അപ്രന്റീസ്ഷിപ്പ്, ഇൻഡസ്ട്രി കൊളാബറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ജർമ്മൻ മോഡലുള്ള ഡുവൽ അപ്രന്റീസ്ഷിപ്പ് മോഡൽ, പിന്നെ ലേൺ ആൻഡ് ഏൺ പ്രോഗ്രാം, പിന്നെ MSME, SME ഒക്കെ ആയിട്ടുള്ള ടൈപ്പുകൾ, പിന്നെ ഇൻഡസ്ട്രി ഡ്രിവൺ സ്കില്ലിങ്, ഗവൺമെന്റ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ണർഷിപ്പ്. കാര്യം ഇപ്പോൾ ഒരു സിലബസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയും ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള പാർട്ണർഷിപ്പ് വളരെ ആവശ്യമാണ്. പിന്നെ കോളേജുകളിൽ ഇൻഡസ്ട്രിയൽ ലാബുകൾ സെറ്റ് ചെയ്യുക, കമ്പനി സർട്ടിഫൈഡ് കോഴ്സസുകൾ ആവശ്യമുള്ള, പിന്നെ ലൈഫ് ലോങ് ലേണിംഗ്. ഒരു ഡിഗ്രി കൊണ്ട് മാത്രം ജീവിതകാലം മുഴുവൻ കഴിയാമെന്നുള്ള വ്യാമോഹം ഉപേക്ഷിക്കുക. നമ്മൾ ഈ TCSന്റെ കേസ് സ്റ്റഡികൾ തന്നെ അതിന്റെ പ്രധാന കാരണം. ഓരോ വർഷം 1 ലക്ഷം ആൾക്കാരെ വീതമാണ് TCS സ്കില്ല് ചെയ്യുന്നത്. പക്ഷേ ഗുരു നമ്മളെ പഠിപ്പിച്ചത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ വേണ്ടിയാണ്. അപ്പൊ വിദ്യയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠനക്ഷമമായ ഒരു യുവജനതയെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. അവസാനമായ ഒരു വാക്കുകളോട് ഞാൻ നിർത്തുന്നു. നമ്മുടെ യുവാക്കൾക്ക് ഡിഗ്രി മാത്രമല്ല, കഴിവാണ് പ്രധാനം. മാർക്ക് നേടുന്നതിലല്ല, സ്കിൽ നേടുന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. പോപ്പുലേഷൻ അല്ല, പ്രൊഡക്റ്റീവ് വർക്കാണ് നമുക്ക് ആവശ്യം. ഈ സ്കില്ലിംഗ് റെവല്യൂഷൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് നമുക്ക് ഇന്ത്യക്ക് വേണ്ടത്. അതാണ് ഇന്ത്യയുടെ കരുത്ത്. അവിടേക്ക് എങ്കിൽ മാത്രമേ നമുക്കൊരു ഇന്ത്യയെ ഒരു സൂപ്പർ പവർ ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ.
എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഈ ഒരു അവസരം തന്ന ഇവിടുത്തെ ശിവഗിരി മഠത്തിലും സന്യാസി ശ്രേഷ്ഠന്മാർക്കും മറ്റെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവസാനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. അടുത്ത തീർത്ഥാടനം വരുമ്പോഴത്തേക്കെങ്കിലും ശിവഗിരി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും ഈ സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അത് കൂടുതൽ ശ്രദ്ധ പതിക്കുകയും വരും തലമുറയെ സൃഷ്ടിക്കാൻ ശിവഗിരി മഠവും ഭാഗമാത്രമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.